എല്ലാ മാന്യ പ്രേക്ഷകർക്കും മൂവി ടോക്സിലേക്ക് സ്വാഗതം. ധനുഷിന്റെ റിലീസ് ചെയ്യാൻ ഇരിക്കുന്ന പുതിയ ചിത്രമാണ് രായൻ. ഓരോ ദിവസം കഴിയുന്തോറും പ്രേക്ഷകരിൽ ചിത്രത്തെപ്പറ്റി പ്രതീക്ഷ വർദ്ധിപ്പിക്കുകയാണ്. ചിത്രത്തിൽ ജയസൂര്യയും ധനുഷിന്റെ സഹോദരനും സംവിധായകനുമായ സെൽവരാഘവനും പ്രധാന വേഷങ്ങളിൽ എത്തുമെന്ന് വിവരം നേരത്തെ വ്യക്തമായിരുന്നു. ഇപ്പോഴിതാ പ്രകാശ് രാജ്, അപർണ ബാലമുരളി, വരലക്ഷ്മി ശരത്കുമാർ എന്നിവരുൾപ്പെടെ പുതിയ താരങ്ങൾ ടീമിൽ എത്തിയിരിക്കുന്നു എന്നാണ് പുതിയ റിപ്പോർട്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപർണ ബാലമുരളി രായന സിനിമയിലെ തന്റെ ഫസ്റ്റ് ലുക്ക് പുറത്തുവിട്ടിട്ടുണ്ട്. രായനിൽ അവസരം നൽകിയതിന് നന്ദി പറയുന്നതായും അപർണ ബാലമുരളി പങ്കുവച്ച പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട്. താങ്കളുടെ കടുത്ത ആരാധികയെന്ന നിലയിൽ ചിത്രത്തിൽ വേഷമിടാൻ അവസരം ലഭിച്ചത് ഒരു സ്വപ്നത്തിന്റെ യാഥാർത്ഥ്യം പോലെയാണ്. ധനുഷ് ഒരു പ്രചോദനമാണ് എന്നും പറയുന്നു. സൂര്യനായകനായ സൂരരെ പൊട്ടുവിലൂടെ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് ജേതാവായിരുന്നു അപർണ ബാലമുരളി. രായനിലെ ധനുഷ് അവതരിപ്പിക്കുന്ന നായക കഥാപാത്രം ഒരു അധോലോക നായകനാണെന്നു ആദ്യം പ്രചരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു കുക്കാണ് എന്ന റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നത്. അങ്ങനെയൊരു രഹസ്യമായ ഭൂതകാലം നായകനുണ്ട് ചിത്രത്തിൽ എന്നുമാണ് റിപ്പോർട്ട്. സൺ പിക്ചേഴ്സ് നിർമ്മിക്കുന്ന കാളിദാസ് ജയറാം, സന്ദീപ് കിഷൻ എന്നിവരും ചിത്രത്തിൽ മുഖ്യവേഷത്തിൽ എത്തുന്നു. ചിത്രത്തിൽ സംഗീതം ഒരുക്കുന്നത് ആർ റഹ്മാനാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത. രായന് കൂടാതെ തെലുങ്ക് സംവിധായകൻ ശേഖർ കമുലയ്ക്കൊപ്പം ധനുഷിന്റെ മറ്റൊരു സിനിമയും അരങ്ങിലുണ്ട്. അതിൽ നാഗാർജുനയും രശ്മിക മന്ദനയും മുഖ്യവേഷങ്ങളിൽ എത്തുന്നു. പുതിയ സിനിമാ വിശേഷങ്ങൾ ഉടൻ തന്നെ അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മടിക്കരുത്. പുതിയൊരു സിനിമാ വിശേഷവുമായി വീണ്ടും കാണാം.